പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം പങ്കെടുക്കുന്നത് മോഹനൻ മാറനല്ലൂർ എന്ന കവിയാണ്, കഥാകാരനാണ്, സാഹിത്യകാരനാണ്, പ്രഭാഷകനാണ്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ ഉടനീളം സാഹിത്യ രംഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി മുമ്പോട്ട് പോയത്. അദ്ദേഹം സർവീസിലിരിക്കുമ്പോഴും തൻ്റെ എഴുത്തു വഴികൾ മറക്കാൻ ശ്രമിച്ചിട്ടില്ല. എഴുത്തുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. സർവീസും എഴുത്തും ഒരേ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ മാറനല്ലൂർ സാറിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വളരെയധികം ശ്രദ്ധേയമായ വിഷയം. മാറനല്ലൂർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു വിഷയമാണ്. വളരെ ശാന്തസ്വരൂപനായിട്ടുള്ളൊരു സാഹിത്യകാരനാണ്. മറ്റുള്ള സാഹിത്യ രംഗത്ത് നിൽക്കുന്ന ഒട്ടനവധി പേരിൽ നമ്മൾ കാണുന്ന ഒരു വിശേഷമെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ദേഷ്യം വരികയും എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ ശാന്തനാവുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു സ്വഭാവ സവിശേഷതകൾ മിക്കവാറും സാഹിത്യകാരന്മാരിൽ നമ്മൾ കാണുന്നുണ്ട്. അതൊരു പ്രത്യേകതയുമാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെയധികം വേറിട്ടുകൊണ്ട് സദാസമയവും ശാന്തസ്വരൂപനായി എന്ത് വിഷയമുണ്ടെങ്കിലും അതിനെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശൈലിയിൽ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നതിൽ അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു സാഹിത്യകാരൻ കൂടിയാണ്. അദ്ദേഹത്തിലേക്ക് നമുക്ക് പോവാം. നമസ്കാരം സാറ്. ഈ എഴുത്തു വഴികളിലേക്ക് വരുന്നത് എങ്ങനെയാണ്, എപ്പോഴാണ്? സാറിനൊന്ന് നമ്മുടെ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരോട് ഒന്ന് പങ്കുവെക്കാൻ പറ്റും? അത് തുടങ്ങുന്നതിന് മുമ്പ്, അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഞാൻ പഠിച്ച സ്കൂൾ, ജനിച്ച് വളർന്ന സ്ഥലവും മാറനല്ലൂർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം, വളരെ പ്രകൃതി സുന്ദരമായ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ വളർന്നത് കൊണ്ടാണ് എനിക്ക് സാഹിത്യവാസന ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പഠിച്ചത് LPS ഊരുട്ടമ്പലം സ്കൂളിലാണ് പഠിച്ചത്. ഊരുട്ടമ്പലം LPS പഠിച്ചു. അത് കഴിഞ്ഞ് ഹൈസ്കൂളായപ്പോൾ മാറനല്ലൂരിലോട്ട് മാറി. മാറനല്ലൂർ ഹൈസ്കൂളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജ്, ആർട്സ് കോളേജ്, അത് കഴിഞ്ഞ് SM കോളേജിൽ കെമിസ്ട്രി ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പാസ്സായി. അങ്ങനെയെല്ലാം ആണ് ഈ പഠിത്തത്തിന്റെ ലെവൽ. അപ്പൊ സാഹിത്യവുമായി സാറിന്റെ ബന്ധം സാറിന്റെ ജന്മനാൽ വാസനയാണ്. കാരണം സാറ് എടുത്തതൊക്കെ കെമിസ്ട്രി അല്ലേ? കെമിസ്ട്രി ഇക്വേഷനുകളും പഠിച്ച സാറ് ഈ പറഞ്ഞ ഇത്രയും ഭംഗിയായിട്ട് എഴുതാനും കവിതകൾ ചൊല്ലാനും കഥകൾ പറയാനും പഠിച്ചുവെങ്കിൽ അത് സ്വതസിദ്ധമായി സാറിന്റെ ജന്മനാലുള്ളൊരു കഴിവായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതെ, ജന്മന എന്ന് പറയാൻ ഒക്കില്ല. കാരണം ഞാൻ 8ാം ക്ലാസ് മുതൽ എഴുതി തുടങ്ങി എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ അതിനകത്ത് അതിന്റെ പുറകില് പിന്നെ എന്റെ ബഹുമാന്യരായ അധ്യാപകരാണ് എന്റെ പുറകിൽ. 8ാം ക്ലാസ്സിൽ ഞാനൊരു ലഘുനാടകം, അതിന് സാധാരണ രീതിയിൽ ലഘുനാടകം എന്ന് ഇപ്പൊ അതിനെ പറയുന്നത് ലഘുനാടകം എന്നല്ല, സ്കിറ്റ് എന്ന് പറയും. സ്കിറ്റ് എന്ന് പറയും. പക്ഷെ അതല്ല, അന്ന് ലഘുനാടകം. അത് ഞാൻ എഴുതിയതിന് ശേഷം എന്റെ മലയാള അധ്യാപകനായ എലിച്ചല്ലൂർ മണികണ്ഠൻ നായർ സാറിന് ഇത് കാണിച്ചു. അപ്പൊ മണികണ്ഠൻ നായർ സാർ പറഞ്ഞു, അയ്യോ നിനക്ക് ഇത് എഴുതാനുള്ള ആ ഒരു അഭിരുചി ഉണ്ടല്ലോ, നീ ഇത് തുടരുക. പക്ഷെ അതിനെ തന്നെ അദ്ദേഹം തിരുത്തിയതിനു ശേഷം എന്റെ പറഞ്ഞു, യുവജനോത്സവത്തിൽ നീ ഒന്ന് അവതരിപ്പിച്ചു നോക്കും ആ സ്കിറ്റ്. അങ്ങനെ ഞങ്ങൾ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെല്ലാം കൂടി അദ്ദേഹം തിരുത്തി ആ സ്കിറ്റ് വെച്ച് ഞങ്ങൾ കളിച്ചു. അതാണ് തുടക്കം. അതാണ് സാറിന്റെ സാഹിത്യ രംഗത്തേക്കുള്ള, കലാരംഗത്തേക്കുള്ള കാൽവെയ്പ്. പക്ഷെ പിന്നെ ഞാൻ എഴുതിയതെല്ലാം ചെറിയ ചെറിയ കഥകളാണ്. നുറുങ്ങു കഥകൾ എഴുതി തുടങ്ങി. പിന്നെ കവിതയിലേക്ക് കുറച്ച് ദിവസം, പിന്നെ കവിത അങ്ങ് മാറിയെങ്കിലും കുറച്ച് ദിവസം ആ കവിത ഉണ്ടായിരുന്നു. പിന്നെ 10ാം ക്ലാസ് ആയപ്പോ അതിൽ നിന്നെല്ലാം മാറി, പഠിക്കണം എന്നുള്ളത് മാറി. പിന്നെ വരുന്നത് കോളേജിലോട്ട് കയറി. പ്രീ ഡിഗ്രി ആണെന്ന് ആർട്സ് കോളേജ്, അന്നത്തെ ഇന്റർമീഡിയറ്റ് കോളേജ്. ആ ഇന്റർമീഡിയറ്റ് കോളേജിൽ ചെന്ന് ചേർന്നതോടുകൂടിയാണ് എന്റെ കലാവാസന കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ചതെന്ന് പറയാം. അത് കോളേജ് മാഗസിനിലേക്ക് വേണ്ടി തന്നെ ഞാൻ കുറെ കഥകൾ എഴുതിയിട്ട് ഞാനത് നമ്മുടെ പത്മനാഭ രാമേന്ദ്ര സാർ പ്രഗത്ഭനായ അധ്യാപകനായിരുന്നു. പിന്നെ ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തത് ഹിന്ദിയാണ് എടുത്തത്. മലയാളം എടുക്കേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ കൊടുക്കുന്നതെല്ലാം അദ്ദേഹം നല്ലവണ്ണം തിരുത്തി അതിന്റെ ന്യൂനതകൾ മനസ്സിലാക്കി തീരുമാനിച്ചു. അങ്ങനെ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കാം എന്ന് തീരുമാനിച്ചു. അന്ന് അത് കഴിഞ്ഞ ആ സമയത്തെല്ലാം തന്നെ തിരുത്തി തന്ന ഒരു കഥയാണ് 1972 ആദ്യമായിട്ട് അച്ചടിച്ചു വരുന്നത്. കലാമുന്നണി എന്ന് പറയുന്ന ഒരു ദ്വൈവാരിക. ആ ദ്വൈവാരിക പ്രസിദ്ധീകരിച്ചത് മണക്കാട് നിന്നാണ്. അതിലൊരു PA കുഞ്ഞെന്ന് പറയുന്ന ഒരു പത്രാധിപരുണ്ട്. അദ്ദേഹമാണ് എന്റെ കഥ
പിന്നെ വായിച്ചു നോക്കിയിട്ട് അത് പ്രസിദ്ധീകരിച്ചു 72. അതിൽ ആദ്യമായിട്ട് കിട്ടിയ പ്രതിഫലം എന്ന് പറയുന്നത് 20 കോപ്പികൾ. അന്ന് 25 പൈസയാണ് ഒരു കോപ്പിയുടെ വില. അങ്ങനെ 20 കോപ്പി പ്രതിഫലമായിരുന്നു. അത് വിറ്റ് ഇല്ല, ഒരു പൈസയും ഇല്ലാതെ എഴുതി കൊടുത്തു. അവര് എനിക്ക് 20 കോപ്പി. അപ്പൊ അത് ഞാൻ അങ്ങനെയാണ് എന്റെ പേര് മാറനല്ലൂർ ആളിൽ അറിയുന്നത്. അപ്പൊ അന്നാണ് പേരിട്ടിരുന്നത് മാറനല്ലൂർ മോഹനകുമാരൻ നായർ എന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ ഇട്ടു. അപ്പൊ അത് ഒരു സുരേന്ദ്ര ബുക്ക് സ്റ്റാൾ എന്ന് പറഞ്ഞ ഒരു ബുക്ക് സ്റ്റാള് മാറനല്ലൂർ ജംഗ്ഷനിൽ സ്കൂളിനടുത്തുണ്ട്. അപ്പൊ അവിടെ എന്റെ ഈ പിന്നെ കഥ ഉൾപ്പെട്ട ദൈവാലിയ തൂക്കിയിട്ട് അദ്ദേഹം കച്ചവടം ചെയ്തു. അപ്പൊ ഓരോരുത്തരും ഒന്ന് വാങ്ങിക്കുമ്പോ അതിനകത്ത് മാറനല്ലൂർ എന്ന് കാണുമ്പോ ഇത് ആരിതാരെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് നാട്ടിൽ എന്റെ പേര് പ്രസിദ്ധം എന്ന് പറയണ്ട, അറിഞ്ഞു തുടങ്ങി. എഴുതും. ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ നമ്മുടെ പേരിനോടൊപ്പം നമ്മുടെ പ്രദേശത്തിന്റെ പേര് വരിക എന്ന് വെച്ചാൽ അവിടെ പ്രസിദ്ധമാണ് നമ്മൾ. കാരണം ആ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ആർക്കുണ്ടായില്ലേ, ആർക്കും എന്നല്ല, എന്താ അത് അതിനൊരു നിയോഗമാണ്. ഒരാളുടെ പേരിനോടൊപ്പം പേര് ചേർക്കുക, സ്ഥലപ്പേര് ചേർക്കുക. അപ്പൊ അത് ഞാൻ പറഞ്ഞു വരാൻ കാരണം, ഞാൻ എന്റെ പുസ്തകം ആദ്യത്തെ പുസ്തകം അമ്മയ്ക്കായി എഴുതുമ്പോ തലയിൽ മനോഹർ സാറാണ്, സാറിന് അറിയാമായിരിക്കുമല്ലോ എന്റെ പുസ്തകം ചെയ്തത്. അപ്പൊ സാറ് ജയറാണി ടി ബാലരാമപുരം എന്ന് എഴുതി. അപ്പൊ ഞാൻ പറഞ്ഞു സാർ എനിക്കത് ബാലരാമപുരം എഴുതണ്ട, കാരണം ബാലരാമപുരം ഇഷ്ടമല്ലാത്തോണ്ടല്ല, എന്റെ പേരിനൊപ്പം എന്റെ പ്രദേശത്തിന്റെ പേര് ചേരണമെന്ന് ഞാൻ വല്ലാതെ മോഹിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അവിടെ ഒരു എന്താ പറയുക വിധി നിയോഗം ഇല്ല. കാരണം ഞാൻ ജയറാണി ബാലരാമപുരം എഴുതുമ്പോ മറ്റൊരു പ്രദേശത്തുള്ള ഒരാൾക്കാര് നീ ഇവിടെ ഉള്ളതല്ലേ, അപ്പൊ നിനക്ക് പേര് ഞങ്ങളുടെ പ്രദേശത്തെ വെക്കാൻ പാടില്ലെന്ന് ചോദ്യം വരും അല്ലെ. അപ്പോ അച്ഛന്റെ ആ ഒരു പ്രദേശത്തെ ഞാൻ അവഗണിച്ചു എന്നൊരു പേര് വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഉള്ളിൽ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ പേര് ജയറാണി ടി എന്ന് മതിസാറ ബാലരാമപുരം വെക്കണ്ട. അപ്പൊ പ്രദേശത്തെ പേര് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമാണ്, അതൊരു വിധിയാണ്, നിയോഗമാണ്, ഭാഗ്യമാണ്. അപ്പൊ ആ ഒരു ഭാഗ്യം കിട്ടിയ ഒരു സാഹിത്യകാരനാണ് എന്റെ മുന്നിലേക്ക്. സാറിന് ഞാൻ നമസ്കരിക്കുന്നു. അതില് 52 കൊല്ലമായി മാറനല്ലൂർ എന്ന സ്ഥലം എന്റെ പേരിനോട് ചേർന്ന് വന്നു. പിന്നെ അന്നൊന്നും ഈ ആധുനിക ഈ പുതിയ നവമാധ്യമങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പേര് വെളിയിലറിഞ്ഞില്ല. പിന്നീട് ഈ നവമാധ്യമങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം ഇതുപോലെയുള്ള സൃഷ്ടികൾ ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ പൊതുജനം കുറച്ചുകൂടെ അറിയാൻ തുടങ്ങിയത്. പിന്നെ കോളേജിൽ പഠനത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. അത് പ്രസിദ്ധീകരിച്ചതിന് ശേഷം മറ്റു പല മാസികകളിലും കൊടുക്കേണ്ടി വന്നു. അത് കാരണം അത് ഇങ്ങനെ തൊട്ട് ഈ പത്രാധിപർ വേറൊരാളിനെ വിളിച്ച് പറയുന്നു, അദ്ദേഹം വേറൊരാളിനെ വിളിച്ച് പറയുന്നു. അങ്ങനെ പറഞ്ഞ് അത് ചിലതൊക്കെ എന്റെ റെക്കമെൻഡേഷനോട് ഒന്ന് പറയോ ചോദിക്കും. അന്ന് കുഞ്ഞു മനസ്സിൽ അങ്ങനെ പല മാസികകൾ. അതിൽ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാനമായി തോന്നിയ ഒരു കാര്യമുണ്ട്. കെൽട്രോൺ എംപ്ലോയീസ് യൂണിയൻ ഒരു മാസിക നടത്തിയിരുന്നു. അതിന്റെ പേര് ഖനി എന്നാണ്. അതില് ഒരു പത്രാധിപ സമിതിയിലുള്ള ഒരു സുഹൃത്ത് എനിക്കുണ്ട്. അദ്ദേഹം എന്റെ കഥ വായിച്ചിട്ട് പറഞ്ഞു നിനക്ക് ഇതിലൊരു ഒന്ന് പിന്നെ എഴുതാൻ പാടില്ല. അങ്ങനെ ഞാൻ കഥ കൊടുത്തു. പോരാട്ടം എന്നാണ് അതിന്റെ കഥാസമാഹാരത്തിലുണ്ട്. പോരാട്ടം അതൊരു സയന്റിഫിക് കഥയാണ്, ടച്ചുള്ള കഥ. ആ പോരാട്ടം എന്ന് പറയുന്ന കഥ ആദ്യമായിട്ട് കൊടുത്തു കഴിഞ്ഞു. അത് ഒരുപാട് പേര് പ്രശംസ ചെയ്തതായിട്ട് അവർ പറഞ്ഞു. എനിക്ക് 2-3 കോപ്പിയെ തന്നുള്ളൂ. ബാക്കി എല്ലാവരും വായിച്ചിട്ട് അതിന്റെ അഭിപ്രായം. അതുകൊണ്ട് അവിടെ തുടർച്ചയായിട്ട് എന്റെ കഥകൾ കൊടുക്കേണ്ടത് അങ്ങനെ കുറെ സഹായിച്ചു. വിദ്യാർത്ഥിയാണ്, ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്ന പറയുമ്പോൾ ഞാനും ഒരു ട്യൂഷൻ ഫീൽഡിൽ വല്ലാതെ പഠിപ്പിച്ചു നടന്ന ഏകദേശം ഒരു 30 വർഷത്തോളം. 30 വർഷത്തോളം എന്ന് പറയുമ്പോ ഞാന് 15ാമത്തെ വയസ്സിൽ ഞാൻ ബാലരാമപുരത്ത് വരുമ്പോ ആ സമയങ്ങളിലൊക്കെ നമ്മുടെ ഡൽഹിയിൽ പോലീസിലേക്ക് ആളെ എടുക്കും. അപ്പൊ ഹിന്ദി അവർക്ക് പഠിക്കണം സാർ മനസ്സിലായി. അപ്പൊ അന്ന് എനിക്ക് വളരെ കുഞ്ഞാണ്, 10-15 വയസ്സായിട്ടുള്ളൂ. ആ സമയത്ത് അവിടെയുള്ള ചേട്ടന്മാർ, കാരണം എന്നെക്കാൾ മുതിർന്ന ആൾക്കാരെ ആദ്യമേ പഠിപ്പിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായ ഒരു ട്യൂഷൻ ഫീൽഡുകാരിയാണ് ഞാൻ. അപ്പോൾ അവർക്ക് ഹിന്ദി പഠിക്കണം. കാരണം ഹിന്ദി സംസാരിക്കാൻ കുറച്ചറിയാമെങ്കിൽ അവർ ഡൽഹിക്ക് പോയി പിടിച്ചേക്കാൻ പറ്റും. അങ്ങനെ തുടങ്ങിയതാണ് എന്റെ ട്യൂഷൻ ഫീൽഡ്. അങ്ങനെ ആ 15ാമത്തെ വയസ്സിൽ തുടങ്ങി. ഞാൻ ഈ കൊറോണ സമയത്തൊക്കെയാണ് എന്റെ ട്യൂഷൻ നിർത്തിയത്. പക്ഷെ ഇപ്പോഴും വല്ലാത്ത ക്രേസ് ഉണ്ട് എനിക്ക് പഠിപ്പിക്കാൻ. പക്ഷെ എന്താ ഇപ്പൊ പറ്റുന്നില്ല, കാരണം ജോലിയൊക്കെ ആവുമ്പോ നമുക്ക് ഇപ്പൊ ക്യാഷിലും കൂടിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 8-9 മണിക്ക് ഓഫീസിൽ എത്തണ്ടേ. പിന്നെ നമുക്ക് രാവിലെ 9-9:30 ട്യൂഷനും കാര്യമില്ല. അപ്പൊ അതായത്
ട്യൂഷൻ ഫീൽഡ് സാറിന് ഉണ്ടായിരുന്നു. എന്റെ വിദ്യാഭ്യാസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ട്യൂഷൻ ഫീൽഡ് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം പിന്നെ 4-5 കൊല്ലം പല സ്ഥലത്തും ട്യൂട്ടോറിയൽ ഉണ്ടായിരുന്നു. കെമിസ്ട്രി ആയിരുന്നു പ്രധാനം. അന്ന് കെമിസ്ട്രിക്ക് ആള് കുറവായിരുന്നു. അങ്ങനെ വൻ ഡിമാൻഡ് ആയിരുന്നു. മണിക്കൂറുകൾ പൈസ വെച്ച് പഠിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ മണിക്കൂറുകൾക്കാണ് പൈസ ഇപ്പോഴും ഇപ്പൊ നമ്മള് 1500 ഒക്കെ ഇപ്പൊ ഉണ്ട് പേപ്പറിന്. അത് പണ്ടത്തെ പോലെ ഇല്ല സാർ. പണ്ട് നമുക്ക് എന്നും പഠിപ്പിക്കണം. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ആഴ്ചക്ക് 2 ദിവസമൊക്കെ പഠിപ്പിച്ചാൽ മതി. ഞാനൊക്കെ പഠിപ്പിക്കാൻ അങ്ങനെയാണ്. ഒരു പേപ്പർ എടുക്കുന്നത് ആഴ്ചക്ക് 2 ദിവസം. 2 ദിവസം ആകുമ്പോൾ നമുക്ക് 8 ക്ലാസ് ആകുമ്പോൾ നമുക്ക് 1500 രൂപ കയ്യിലായില്ലേ. അതുകൊണ്ട് നല്ലൊരു വരുമാനം കൂടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡിഗ്രിക്ക് പോയത്, അപ്പൊ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോയത് SM കോളേജ് ചെമ്പരത്തി. അവിടെ ചെന്നപ്പോ അവിടെയും കിട്ടി ഒരു ഗുരുനാഥൻ, സാഹിത്യ ഗുരുനാഥൻ കിളിമാനൂർ രമാകാന്ത്. ഒരിക്കലും മറക്കാൻ പോകില്ല. അദ്ദേഹമാണ് എന്റെ കോളേജ് കഥകളെല്ലാം കോളേജ് മാഗസിനിൽ 3 വർഷവും തുടർച്ചയായിട്ട് ഇടുകയും അദ്ദേഹം അതുപോലെ തന്നെ എന്റെ കഥകളെല്ലാം തിരുത്തി തരികയും. അത് തെറ്റുകളെല്ലാം പറഞ്ഞു തരുമ്പോൾ നമുക്ക് അതെല്ലാം ഒരു പാഠമാണ്, വലിയ പാഠമാണ്. അദ്ദേഹം പക്ഷേ എന്തുവാ അറിയപ്പെടാതെ അറിയപ്പെട്ടു. പക്ഷെ എന്നാലും വേണ്ടത്ര അംഗീകാരം കിട്ടാത്ത രീതിയിലെത്താത്ത ഒരു പ്രതിഭയായിരുന്നു കിളിമാനൂർ. അതെ സാർ മനസ്സിലാക്കേണ്ടെന്നറിയാവോ, നല്ലോണം പണ്ട് നമ്മൾ പറയാം നിറകുടം തുളുമ്പാറില്ല പറയാറുണ്ട്. അതുപോലെ ഈ എഴുത്ത് മേഖല എന്നല്ല മിക്കവാറും മേഖലകളിലൊക്കെ വളരെയധികം പ്രഗത്ഭരായിട്ടുള്ളവരുണ്ട്. പക്ഷെ അവർ സ്വയം എന്താണെന്ന് അറിയുമോ ഉൾവലിയുന്നുണ്ട്. അതെന്താണെന്ന് അറിയുമോ സാർ? കാരണം ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത ഒരാളാണ്. ആ സ്റ്റഡി ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കിയത്, ഇപ്പൊ നമുക്ക് കഴിവുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ എന്താ പറയുക ഏറ്റവും ബാക്കിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. അങ്ങനെ കയ്യൂക്കൊള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവര് വിചാരിക്കും നമ്മൾ അങ്ങോട്ട് പോയിട്ട് എന്താ പ്രശ്നം ഉണ്ടാക്കുന്നത്, അപ്പൊ നമുക്ക് ബാക്കിലേക്ക് വരാം. അപ്പൊ അങ്ങനെ നമ്മുടെ കഴിവുകളെ നമ്മൾ സ്വയം ഉള്ളിൽ ഒതുക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ സംഭവിച്ച ഒരാളായിരിക്കാം നമ്മുടെ ഈ സാർ പറഞ്ഞ രമാകാന്തൻ സാറെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ജീവചരിത്രമൊക്കെ ഏകദേശം പകുതി എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. പേട്ടയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. മകനാണ് ബാക്കി എഴുതി പൂർത്തിയാക്കിയത്. അപ്പൊ ഒരു സുഹൃത്ത് വഴി എനിക്ക് അദ്ദേഹത്തിന്റെ പുസ്തകം കിട്ടി. അപ്പൊ അത് ഞാൻ വായിച്ചു. കാരണം ഞാനത് പൊന്നുപോലെ സൂക്ഷിക്കുന്നു. സാഹിത്യ മേഖലയിലെ മൂന്നാമത്തെ ആദ്യത്തെ മണികണ്ഠൻ നായർ സാറ്, രണ്ടാമത്തേത് പത്മനാരാമേന്ദ്രൻ സാർ. അവരാരും മോശക്കാരല്ല, എല്ലാം പ്രഗത്ഭരാണ്. പിന്നെ കിളിമാനൂർ രമാകാന്ത് സാർ. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഞാൻ എഴുതിക്കൊണ്ട് എന്ന് പറയാൻ വേണം. പക്ഷെ അത് നമ്മുടെ മാർഗത്തിലുള്ളവർ അംഗീകരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല, സാറിന് അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ സാറിനെ അറിയുന്നത്. മാർനല്ലൂരുകാർ സാറിന് അംഗീകരിച്ചുള്ളൂ. തൊട്ടിപ്പുറത്തെ ബാലരാമപുരം കാര്യമായി ഞാൻ സാറിനെ മനസ്സിലാക്കി അംഗീകരിക്കുന്നുണ്ട്. സാറിന്റെ മാർനല്ലൂരിൽ നിന്ന് മാത്രമല്ല, എനിക്കൊന്ന് തിരുവനന്തപുരത്തെ മിക്കവാറും നമ്മുടെ സാഹിത്യ കൂട്ടായ്മകളിലുള്ള ഒരാളാണ് ഞാൻ. സാറുണ്ട് അതിനകത്ത്, സാറും ഉണ്ട്. അപ്പൊ എല്ലാവരും മോഹൻ മാർനല്ലൂർ എന്ന് പറയുന്നുണ്ട്, ആ പേരെ കേൾക്കുന്നുണ്ട്. സാറിന് അംഗീകരിക്കുന്നുണ്ട്. എല്ലാവരും സാറിന്റെ എഴുത്തുകളെ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് മനസ്സിലാക്കി സാറിന്റെ എഴുത്ത് വഴികൾ ഏതാണെന്ന് മനസ്സിലാക്കി. പിന്നെ അത് കഴിഞ്ഞ് ജോലി ആയി കഴിഞ്ഞ എനിക്ക് എഴുതാൻ കുറെ എഴുതിക്കൊണ്ടിരുന്നു. പക്ഷെ ഒന്നും പ്രസിദ്ധീകരിക്കാനോ അനുവാദം വാങ്ങണം അങ്ങനെയുള്ള ഒരുപാട് നൂലാമാലുകളുണ്ട്. എല്ലാം എഴുതി വെച്ചിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ബാക്കി പിന്നെ പുസ്തകമാക്കി മാറ്റി. അതുവരെ ഇതെല്ലാം സംഭരിച്ചു വയ്ക്കുമായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് കിട്ടിയ ചില ഭാഗ്യങ്ങളൂടെ ഉണ്ട്. ഇതിനിടയ്ക്ക് അതായത് 90 മുതൽ 93 വരെ ഉള്ള കാലഘട്ടത്തിൽ എനിക്ക് ദൂരദർശനിൽ പിന്നെ ഈ നിയമവീതി, ആരോഗ്യവേദി എന്നീ 2 പരിപാടികൾ കോമ്പയറിംഗ്, അത് നമ്മളെ എസ് വേണു സാറിന്റെ കേരളം. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ പരിചയപ്പെട്ടതാണ്. പക്ഷെ അദ്ദേഹം സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന ആളാണ്, എന്റെ കഥകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് എന്നോട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇതിലോട്ടൊന്നും വന്നുകൂടാത്തത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്കൊരു അവസരം കിട്ടും. അങ്ങനെ ഞാനൊരു 3 കൊല്ലം, അന്ന് ചെറിയ തുകയല്ല, 300 രൂപ ഒരു പ്രോഗ്രാമിന് കിട്ടും. അത് ഏകദേശം ഒരു മാസം 2 പ്രോഗ്രാം ചിലപ്പോൾ തരാം, ചിലപ്പോൾ ഒരു പ്രോഗ്രാം തരും. അങ്ങനെ ഒരു 3 കൊല്ലം അത് മറക്കാൻ വെക്കാത്ത. അങ്ങനെ ടിവിയിൽ അന്ന് മറ്റ് ചാനലൊന്നും ഇല്ല, ദൂരദർശൻ മാത്രമേ ഉള്ളൂ. ദൂരദർശൻ കണ്ടേ മതിയോ ആളുകൾ. വൈകുന്നേരങ്ങളിൽ ഇത് കാണുമ്പോൾ എന്റെ മുഖം വൈകുന്നേരമാണ് ഈ ആരോഗ്യ നിയമവിധിയും വരുന്നത്. അദ്ദേഹം ദൂരദർശൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് സാറിന്റെ ഒക്കെ അതേ സമയമാവാം, വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ചിത്രമാലയുണ്ട്, ഞായറാഴ്ച ദിവസം മാത്രം സിനിമയുള്ളൂ. അപ്പോ അന്ന് ഞാൻ അമ്മാമ്മമാരുടെ കൂടെയാണ്, അമ്മയൊക്കെ നാട്ടിലായതുകൊണ്ട് അമ്മാമ്മമാരുടെ കൂടെയാണ്. അപ്പൊ അവിടെ ഈ ഞങ്ങൾ അന്നത്തെ കാലത്തെ രീതിയാണോന്നറിയില്ല, സിനിമ കണ്ടാൽ പിള്ളേർ വഴിവ തെറ്റിപ്പോകുമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം. പിന്നെ മാസികകൾ വായിച്ചാൽ വഴിതെറ്റി പോകുന്നത് നമ്മളെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പിടിക്കുന്ന കാലഘട്ടം. അപ്പോ ഈ മാമന്മാർ എന്തെന്നറിയാവോ, ഈ മാമന്മാർ കാണാണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ നമുക്ക് അന്ന് ഇലക്ട്രോണിക് ജോലിയുള്ള ഒരു സാറുണ്ട് അവിടെ, ബാലയ്യൻ എന്ന് പറയും.
ആ സാറിന്റെ വീട് എന്തുണ്ട് ഈ TV ഉണ്ട്. അപ്പൊ എന്റെ സുഹൃത്താണ് ആണല്ലേ, അവരുടെ തൊട്ട് ആ മരിച്ചുപോയി. ചേട്ടൻ പിന്നെ ഗംഗാധര സാറ് എന്റെ ട്യൂഷൻ സാറാണ്, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സാർ. കാരണം ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് അദ്ദേഹമൊക്കെയാണ് എന്നെ പഠിപ്പിക്കുന്നത്. അപ്പോ ഈ ബാലയ സാറിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോകും. എന്തിനാ പോണെന്നറിയോ, മാമന്മാര് കാണാണ്ട്. അപ്പൊ ഞങ്ങളുടെ ഫാമിലിക്ക് എന്ന് പറഞ്ഞാൽ അപ്പൂപ്പന്റെ ഫാമിലി നെയ്ത്ത് തറവാടാണ്. അപ്പൊ ഈ വൈകുന്നേരങ്ങളിൽ ഈ 3 മാമന്മാരും ഒരു 10 മനസ്സ് കറി ഉണ്ടായിരുന്നു. അപ്പൊ ഈ മുണ്ടുകളും ഒക്കെ ആയിട്ട് ഇവര് ജംഗ്ഷനിൽ പോകും. ആ സമയം ഞങ്ങൾ എന്ത് ചെയ്യും, ഈ വ്യാഴവും ഞായറും കാത്തിരുന്നിട്ട് കാണാൻ പോകും. അങ്ങനെ വന്ന ഒരു ദിവസം എനിക്ക് കിട്ടിയ അടി ഇന്നും എനിക്ക് ഓർക്കുന്നുണ്ട്. അതോടുകൂടി തീർന്നു എന്റെ സിനിമയുടെ മോഹം. പക്ഷെ വാങ്ങി, ഇത്രയും അടി ഞങ്ങൾക്ക് കിട്ടുമ്പോ ഞാനും വന്ന് എന്റെ ബ്രദർ നാട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്ക് അടി കിട്ടി. പക്ഷെ അവസാനം ഞങ്ങളുടെ അടി കണ്ടിട്ട് ആണെന്ന് തോന്നുന്നു മാമന്മാർ എന്ത് ചെയ്തു, ഒരു കുഞ്ഞു TV വാങ്ങി തന്നൊരു സിനിമകൾ അനുവദിക്കാറില്ല, പാട്ട് കേൾക്കാൻ സമ്മതിക്കും. എന്നിട്ട് അവരാദ്യം കാണണം, അവരാദ്യം കണ്ടിട്ട് മാത്രമേ നമ്മളെ വിളിക്കൂ. ആ ഒരു അവസരമാണ് അന്ന്. അപ്പൊ അതനുസരിച്ച് അപ്പൊ സാർ ഏത് വർക്ക് ചെയ്തിട്ടുണ്ടോ സാർ? ഞാൻ സിവിൽ സപ്ലൈസ് വകുപ്പിലായിരുന്നു. അവസാനം ജില്ലാ സപ്ലൈ ഓഫീസർ പോസ്റ്റ് വരെ എത്തി. പിന്നെ റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തതിനു ശേഷമാണ് പുസ്തകങ്ങൾ പറ്റിയത്. 4 പുസ്തകങ്ങളായി. കഥാസമാഹാരമുണ്ട്, ഓർമ്മകളും അതുപോലെ അനുഭവങ്ങളും കൂടെ ചേർത്തുള്ളതുണ്ട്. അങ്ങനെ 4 എണ്ണമായി. ഇനി 1ാമത്തേത് ഒരു പുസ്തകം, 5ാമത്തേത് ഇനിയിപ്പം ഈ മാസം ഇറക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ ശാസ്ത്ര പുസ്തകമാണ് അടുത്ത ഒരു വഴിത്തിരിവായി മാറാൻ സാധിക്കും. കാരണം ഇപ്പൊ ഞാന് പല സാഹിത്യ വേദികളിലും ഞാൻ അംഗമാണ്. എനിക്കറിയാം. ആ സാഹിത്യ വേദികളിലെല്ലാം ഇപ്പം ആളുകൾ ആവശ്യപ്പെടുന്നത് ഈ ആളുകൾക്ക് ശാസ്ത്ര അവബോധനം നടത്താത്തക്ക രീതിയിലുള്ള പ്രഭാഷണം വേണമെന്ന്. അപ്പൊ അങ്ങനെ പച്ചക്കറി കഴുകുന്നത് എങ്ങനെ, അതിന്റെ പല ആളുകളും പച്ചക്കറി കഴുകുന്നത് പിന്നെ തെറ്റായ രീതിയിലാണ്. മഞ്ഞപ്പൊടി ഇട്ട് കഴുകും, മഞ്ഞപ്പൊടി ഉപ്പ്. പക്ഷെ ഇതൊന്നും ഇതിനടങ്ങിയിരിക്കുന്ന വിഷത്തെ മാറ്റാൻ പര്യാപ്തമല്ല. ആസിഡ് സ്വഭാവമുള്ളതാണ് വിഷം. അതെ, ആൽക്കലൈൻ സ്വഭാവമുള്ള വസ്തു. അത് ഞാൻ അതിന് ഇറക്കിയിട്ടുണ്ട്, വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ പറഞ്ഞത് സോഡാക്കാരൻ, അപ്പക്കാരൻ, സോഡാപ്പൊടി, അപ്പക്കാരൻ, സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയും. അതിട്ട് കഴിവും. അപ്പൊ അതിനകത്തുള്ള ആസിഡ് മുഴുവൻ ഇതിൽ ലയിച്ച് ചേർന്നിട്ട് എന്ത് വിഷം ഉണ്ടെങ്കിലും പോകും. അങ്ങനെ ഒരു കൂടുതൽ സമയം ഇട്ടേക്കേ വേണ്ട, 15-20 മിനിറ്റ് ഇട്ടാണ്. 15 മിനിറ്റ് ഇടണം. മുങ്ങത്തക്കയിൽ വെള്ളം ഒഴിച്ച് സോഡാപ്പൊടി ഇട്ട് കലക്കി വച്ചേക്കുമ്പോ ഈ വിഷം, അത് മേലത്തയോൺ എന്ന് പറയുന്ന മാരക വിഷമാണ്. ആസിഡ് സ്വഭാവമാണ് മേലത്ത്. അത് ഈ ആൽക്കലിയിൽ ലയിച്ച് ചേർന്ന് പോകും. എന്നിട്ട് പിന്നെ ഉപ്പുള്ള മഞ്ഞപ്പൊടി എന്തുണെങ്കിലും ഇട്ട് കഴിക്കും. അത് ആളുകൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോ വീണ്ടും ശാസ്ത്രത്തെ പറ്റി അറിയണം. അപ്പൊ സാർ ഒരു സംശയം, അപ്പൊ നമ്മുടെ പ്രേക്ഷകർ ഒരു പക്ഷേ സാറിന്റെ ഉപദേശം അംഗീകരിക്കുന്നവരുണ്ടാവാം. അപ്പൊ ഇവർക്ക് നമ്മുടെ അളവുണ്ടോ, ഇത്ര മലക്കറിക്ക് അല്ലെങ്കിൽ ഇത്ര സോഡിയം ഇടാൻ പറ്റുള്ളൂ? നല്ല ചോദ്യം. അതായത് മുങ്ങത്തക്കരിയിൽ വെള്ളം എടുക്കുക. ഇപ്പൊ ഒരു 5 ലിറ്റർ എടുക്കുകയാണെങ്കിൽ ഒരു 10 ടീസ്പൂൺ, ടീസ്പൂൺ ടേബിൾ സ്പൂൺ 10 എണ്ണം ഇട്ട് നല്ലവണ്ണം കലക്കുക. ഇത് വില കുറവാണ്, കൂടി പോയെന്ന് പറഞ്ഞാൽ ദോഷമല്ല. ഈ റൊട്ടിക്കാരം എന്ന് പറയുന്നത് ആൽക്കലൈൻ സ്വഭാവം നമ്മൾ ചേർക്കാറുണ്ട്. സോഡാപ്പൊടി ചേർത്ത് എനിക്കറിയാം. എന്റെ ബ്രദേഴ്സിലൊക്കെ ബേക്കറി ഫുഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഫർണേഴ്സാണ്. അപ്പൊ അതിനുമുണ്ട്, അതിലുമുണ്ട് ശാസ്ത്രം. അത് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് സാധാരണ രീതിയിൽ അപ്പം ചുടാൻ വെക്കുമ്പോ ഈ സോഡാപ്പൊടി ഇടുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ചൂട് കൊണ്ട് വികസിച്ച് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും. ആ കാർബൺ ഡയോക്സൈഡ് ഈ മാവിനെ തള്ളി മുകളിലോട്ട് കൊടുക്കും. അത് മൃദുത്വമാവാൻ വേണ്ടിയാണ്. മൃദുത്വം വരാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ അത് കട്ടി പിടിച്ചിരിക്കും, ദോശ പോലെ തപ്പിയിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സാറിന് എന്തായാലും വന്ന് നന്നായി. ഇതിപ്പോ നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരു പാഠമായി. എന്താണെന്നറിയോ, ഞങ്ങളുടെ ധാരണ എന്ന് പറയുന്നത്, ഞങ്ങൾ മിക്കവാറും പറയാറുണ്ട്, ഇവിടെ കുറച്ച് സോഡാക്കാരം ഇട്ട് വെക്കുമ്പോ നല്ല പൊള്ളി ഇട്ട് ഇങ്ങനെ ബൾജായി വന്നിരിക്കും. പക്ഷെ ഇപ്പഴാ മനസ്സിലായത് അത് മർദ്ദവും വരാൻ വേണ്ടി. അതാണ് ഈ കാര്യം. അതുപോലെ തന്നെ ദോശമാവ് പുളിക്കണം. പുളിക്കുമ്പോ അതിനകത്ത് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും, സ്വമേധയാ. അത് കുറച്ച് മതി. ആ കാർബൺ ഡയോക്സൈഡ് ഉണ്ടായാലേ ചൂടാക്കുമ്പോ അത് സ്വല്പം തള്ളി അതിലൊക്കെ അവിടെ ഇവിടെ സുഷിരങ്ങൾ വരും. അപ്പൊ അത് മൃദുത്വമാണ്. അതേസമയം ആട്ടിക്കൊണ്ടൊന്ന് ഉടൻ ചുട്ട് നോക്കിക്കഴിഞ്ഞാല്, ചുട്ട് കിട്ടിക്കഴിഞ്ഞാല് ആ ദോശ കട്ടിയായിരിക്കും, മൃദുത്വം ഇല്ല. ഞാന് തൊട്ടു മുന്നേ പറഞ്ഞു, നമ്മുടെ മോഹനകുമാർ മർണല്ലൂർ സാർ എന്ന് പറയുമ്പോൾ ഒരു വിശിഷ്ടരായിട്ടുള്ള ഒരു പ്രത്യേക തരം കഴിവുകളുള്ള ഒരു സാഹിത്യകാരനാണ് പറഞ്ഞത്. കാരണം ഇപ്പം മനസ്സിലായില്ലേ, അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാത്തതായിട്ട് ഒന്നുമില്ല. ഇപ്പൊ സാർ നമുക്ക്
ഒന്ന് സാറിന്റെ പുസ്തകങ്ങളിൽ മകരക്കുളിർ എന്ന് പറയുന്ന ഒരു പുസ്തകം. അപ്പൊ ആ മകരക്കുളിര് സാറ് അതിന്റെ എയും തീം എന്താണ്? ഒന്നുമില്ല, ചെറു കഥകളുടെ സമാഹാരം. ആ ചെറു എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കഥകളാണ്. ആളുകൾക്ക് ഞാനത് വേദിയിലൊക്കെ അവതരിപ്പിക്കാറുണ്ട് കഥകൾ. അതെല്ലാം 4 മിനിറ്റ് ഒരു കഥ 4 മിനിറ്റ് കൊണ്ട് വായിച്ചത് അവതരിപ്പിക്കാം. കുഞ്ഞു കഥകൾ. കാരണം ഇപ്പൊ ആൾക്ക് സമയമില്ല, വലിയ കഥ എഴുതി ആരും വായിക്കും. ഇത് പക്ഷെ വളരെ മുമ്പ് എഴുതിയ കഥകളാണ്. അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എഴുതിയത്, അതിന് മുമ്പ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ജോലി കിട്ടിയപ്പോൾ ഉള്ള കഥകൾ ചേർത്താണ് ഈ മകരക്കുളിർ ആദ്യമായിട്ട് ഇറക്കിയത്. അതും ഈ നമ്മളെ പബ്ലിഷർമാര് കൂടെ പറ്റിച്ച് ഉണ്ടാക്കിയത്. ഒരുപാട് കഥയുണ്ട്, അതൊന്നും പറഞ്ഞപ്പോ ടൈമില്ല. ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ മകരക്കുളിർ അവിടെ അങ്ങ് നിന്നു. അപ്പം അതിൽ വലിയ വിൽപ്പനയൊന്നും ഉണ്ടായില്ല, കൈനഷ്ടം വന്നു, അത് പോയി. രണ്ടാമത് ഇറക്കിയതാണ് ഈ പച്ചില. അപ്പൊ എന്റെ ഈ എല്ലാത്തിന്റെയും പേരുകളിൽ ഗ്രാമീണത നേടിച്ചിരിക്കും. പച്ചിലക്കുട കീഴിൽ എന്ന് പറയുന്നത് കഥാസമാഹാരവും ഉണ്ട്, അനുഭവങ്ങൾ കഥ പോലെ എഴുതിയത്. പിന്നെ മൂന്നാമത് ഇറക്കിയതാണ് ചൂറ്റിലാമി. ചൂറ്റിലാമി എന്ന് പറഞ്ഞാൽ പല ആളുകളും ആ പേര് കൊണ്ട് തന്നെയാണ് പുസ്തകം ഒരുപാട് ചെലവ്. ഞാൻ എനിക്കൊരു സംശയമുണ്ട്. ഈ ചൂറ്റിലാമി എന്ന വേർഡ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് എന്താണ് സംഭവം എന്ന് സാറിന് പറയാമോ? കാട്ടുവള്ളി. ഒരു കാട്ടുവള്ളി. ആ കാട്ടുവള്ളി കൊണ്ട് അരി വാർക്കാൻ വേണ്ടി നെയ്തെടുക്കുന്ന ഒരു സാധനമാണ് ചുറ്റിലാമി. ഇന്നത് കിട്ടൂല, ഇന്ന് ആ വള്ളി കിട്ടാറില്ല. ഇപ്പം കിട്ടുന്നെന്ന് പറഞ്ഞാല് നമ്മളെ വേമ്പൊളി കൊണ്ട് ചുറ്റിക്കെട്ടും അരി വാർക്കാൻ. കലത്തിന്റെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് അരി വാർക്കാൻ. പക്ഷെ അതാണ് ചുറ്റിലാമി. പക്ഷെ അതിനുള്ള ഗുണം എന്ന് പറയുന്നത് അതെ, ആ ചെറിയ പച്ചക്കളർ, അത് വൈറ്റ്, അതിനകത്ത് പല വൈറ്റമിൻ മിനറൽ എല്ലാം അടങ്ങിയതാണ് ആ വള്ളി. കഞ്ഞിവെള്ളം വാർക്കുമ്പോ അതിലുള്ള രാസവസ്തുക്കൾ അലിഞ്ഞ് കഞ്ഞിവെള്ളത്തിൽ, ആ കഞ്ഞിവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇപ്പം വേമ്പൊളി കൊണ്ടാണ് ചുറ്റിലാമി ഉണ്ടായത്. എന്റെ പുസ്തകത്തിന്റെ കവറും കിട്ടിയിരിക്കുന്നത് ചുറ്റിലാമി ഉണ്ടാക്കാൻ. ചുറ്റിലാമി ഇതിലില്ല, നമ്മുടെ ഇതിലോട്ട് എടുക്കാനൊന്നും ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്ത് കിട്ടിയില്ല. അപ്പൊ അതിന്റെ പബ്ലിഷർ പറഞ്ഞു ഒരു ചൂറ്റിലാമിന്റെ ഫോട്ടോ കിട്ടുമല്ലോ. അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് ചൂറ്റിലാമിയുടെ ഫോട്ടോ എടുത്തു. ഉണ്ട്, ഞാൻ അത് തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇപ്പൊ മറ്റേ കിട്ടാറില്ല, വള്ളി കൊണ്ട് കിട്ടാറില്ല, വേമ്പൊളി കൊണ്ടുള്ളത് ഉപയോഗിക്കും. വള്ളികളും മുള്ളുകളും, അതായത് ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ള, ഔദ്യോഗിക ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ള, അല്ലാതെ എന്റെ ജീവിത വഴികളിൽ തന്നെ ചില മുള്ളുകൾ, ചില വള്ളികളെല്ലാം മനസ്സിലായി സാർ. നമ്മളെ ചുറ്റിപ്പറ്റി ഒരുപാട് വള്ളികളുണ്ട്. ആ വള്ളികളെ സാറിന്റെ കഥാരൂപേണ അവതരിപ്പിച്ചു. അതൊരു 10-20. അപ്പൊ ഈ വള്ളികളൊക്കെ ഇത് വായിക്കുമ്പോ മനസ്സിലാവും ഞാൻ എന്തുമാത്രം മോഹനൻ മാർന്നല്ലൂർ എന്ന് പറയുന്ന മനുഷ്യനെ ഉപദ്രവിച്ചു. അങ്ങനെ ഇപ്പം പിന്നെ വേറെ നിറമുള്ള നിഴലുകൾ എന്ന് പറഞ്ഞൊരു നിറവിന്റെ അത് ഇറങ്ങിയില്ല, അത് ഉടനെ തന്നെ ഇറങ്ങി. എന്തായാലും അതിന്റെ ഒരു എന്താ അത് ഇറങ്ങാത്തോണ്ട് പറയണ്ട, കാരണം അതൊരു സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ. മതി സാർ, അതങ്ങനെ ഇരുന്നോട്ടെ. അപ്പോ ഇതിപ്പോ സാർ 5ാമത്തെ പുസ്തകമാണ് സാറിന് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്, പ്രകാശനം ചെയ്യാൻ പോകുന്നത്. സാറിന്റെ ഈ പുസ്തകങ്ങളൊക്കെ ആരാ സാർ പ്രകാശനം ചെയ്തത്? ഏതെങ്കിലും ഒരു ആദ്യത്തത് പിന്നെ ഇറക്കിയത് മെലിൻഡ, 2ാമത്തെ പുസ്തകം ഇറക്കിയത് പിന്നെ മൈത്രി. ആദ്യത്തതിന് യഥാർത്ഥത്തിൽ പബ്ലിഷർ ഇല്ല. ഒരാള് പബ്ലിഷർ എന്നുള്ള വ്യാജേന വന്ന് പ്രിന്റ് ചെയ്ത് വിറ്റ് പൈസ കൊണ്ടുപോയതാണ് ആദ്യത്തെ പുസ്തകം. 3ാമത്തെ ഇറക്കിയത് ഈ കാര്യങ്ങൾ അറിഞ്ഞൂടാ. അതുകൊണ്ട് സാർ അത് പാഠം പഠിച്ചു. പിന്നെ അടുത്ത പുസ്തകങ്ങളിലേക്ക് വന്നപ്പോ സാറിനെ പറ്റിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അനുഭവമാണല്ലോ ഗുരു. വില പേശി കൊടുക്കും. അനുഭവമാണ് ഗുരു. രണ്ടാമത്തേത് മൈത്രി ബുക്സിൽ കൊടുത്തു, അത് ചുറ്റിലാമി. അത് കഴിഞ്ഞ് പിന്നെ വന്ന് യവനികയാണ്. ഇപ്പൊ ഞാൻ യവനിയോട് സഹകരിച്ചിരിക്കുകയാണ്. പല പിന്നെ ബുക്ക് ഫെയറുകൾ നടത്തുമ്പോൾ അദ്ദേഹം എന്റെ ബുക്കുകൾ ആവശ്യപ്പെടാറുണ്ട്, ഞാൻ കൊടുക്കാറുണ്ട്. നല്ല വിൽപ്പന നടക്കും. ചുറ്റിലാമി 2ാമത്തെ എഡിഷനായി. അതാണ് ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. എനിക്ക് അഭിമാനമാണ്. തീർച്ചയായിട്ടും അഭിമാനമാണ്. അപ്പം യവനിക സാറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു സാറിന്റെ ഈ സാഹിത്യ ജീവിതം തുടങ്ങിയ സമയം മുതൽ ഒരേ ഒരാൾ മാത്രമേ സാറിനെ ചീറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും സാറിനെ സപ്പോർട്ട് ചെയ്യുകയും സാറിനെ വളരാൻ സഹായിക്കുകയും പ്രസിദ്ധനാക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പൊ എല്ലാവർക്കും അവർക്കൊപ്പം തന്നെ സാറിനെ ചതിച്ചവർക്കും ഞാൻ നന്ദി പറയുന്നു. കാരണം അതിനെ എന്താ അറിയുക, നമ്മൾ എപ്പോഴും പറയും നമ്മൾ പ്രശംസകൾക്കും അപ്പുറത്തേക്ക് നമ്മളുടെ വിമർശനങ്ങൾ കിട്ടണം.
ആ വിമർശനങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് അല്ലെ. അതുപോലെ തന്നെ ഞാൻ പറയുന്നു, നമ്മെ സഹായിക്കുന്നതിനൊപ്പം തന്നെ നമ്മളാരും ചതിക്കുകയും വേണം. കാരണം ആ ചതിക്കുഴിയിൽ കാണുമ്പോൾ മാത്രമേ മനുഷ്യ മനസ്സുകളിൽ അങ്ങനെയല്ല ഇങ്ങനെ ഒരു ഭാവമുണ്ട്, അപ്പോ ആരെയും നമ്മൾ ഒരു ശ്രദ്ധയോടുകൂടി പോകണം എന്ന് പഠിക്കാൻ പറ്റും. അതും ഒരു പാഠമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സാറിനെ ചീറ്റിയ ആൾക്കും സാറിനെ പ്രസിദ്ധനാക്കിയവർക്കും ഒക്കെ പൊളിറ്റിക്സ് കേരള സാറിനൊപ്പം നന്ദി പറയുകയാണ്. അതിൽ എന്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, എന്റെ ഈ സാഹിത്യ എഴുത്തിനെ എല്ലാം പ്രോത്സാഹിക്കുന്നത് എന്റെ ഭാര്യയാണ്. ഭാര്യയുടെ പേര് ഗിരിജാദേവി. വേറെ ജോലിയില്ല, വീട്ടു ജോലി തന്നെയാണ്, പിള്ളേരെയൊക്കെ വളർത്തുന്ന. അത് പറയരുത് സാർ, വേറെ ജോലിയില്ല, മറ്റു ജോലികളില്ല. ഈ വീട്ടു ജോലി പോലെ ഭാരമുള്ള ഒരു ജോലി വേറെ ഇല്ല. എന്നറിയോ, നമ്മൾ 5:30 മണിക്ക് ഈ പെണ്ണുങ്ങൾ എണീറ്റ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഒരു അല്പം പോലും റെസ്റ്റ് ഇല്ല. അതേസമയം ഇവർക്ക് 1 രൂപ പോലും നിങ്ങൾ ഭർത്താക്കന്മാർ കൊടുക്കാറില്ല അല്ലെ. ഞാനൊക്കെ എനിക്ക് ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ എന്റെ കയ്യിൽ ക്യാഷ് വന്നത് ഇത് മുഴുവൻ സ്ത്രീകളുടെ പരാതിയാണ്. ആ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടിയിട്ട് ഞാനത് പറയുന്നു. ജോലിയുണ്ട്. പിന്നെ എന്തെഴുതിയാലും അന്നും ഇന്നും അവൾ നല്ലൊരു വായനക്കാരി. നമ്മളെ വഞ്ചൂരിലുള്ള ചിത്ര തിരുനാൾ ലൈബ്രറിയിലുള്ള കംപ്ലീറ്റ് ബുക്കും അവൾ വായിച്ചു. ഗർഭിണിയായിരുന്ന സമയത്തൊക്കെ ഞാൻ കൊണ്ടുപോകും. അന്ന് ഞാൻ മഞ്ചൂർ ജോലിയായിരുന്നു. അങ്ങനെ പല ലൈബ്രറികളിലും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ പുസ്തകവും ഞങ്ങൾ രണ്ടും കൂടെ വായിക്കാറുണ്ട്, അഭിപ്രായം പറയാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, ഞങ്ങൾ ഇതിനിടയ്ക്ക് കല്യാണം കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുമാരി വാരികയിലും അതുപോലെ തന്നെ കുങ്കുമം മഹിളാരത്നത്തിൽ ഞങ്ങൾ ചർച്ചകളിൽ പങ്കെടുക്കും. മഹിളാരത്നം അതിലെല്ലാം ഞങ്ങൾ ചർച്ചകളിൽ ഞങ്ങൾ വിളിക്കും. എന്നിട്ട് ചർച്ച ചെയ്തിട്ട് അത് ഞങ്ങളെ ഫോട്ടോയോട് കൂടി അതിൽ പ്രസിദ്ധീകരിക്കും. അത് രണ്ടുപേരുടെയും അങ്ങനെ ഉണ്ട്. അതെല്ലാം എന്റെ കോപ്പിയെല്ലാം വീട്ടിൽ വെച്ചിട്ടുണ്ട്. ചർച്ചകളിൽ പങ്കെടുത്തതിന്റെ ഫോട്ടോ ഉൾപ്പെടെ ഉള്ളത് കുമാരി മകളായിരുന്നു. ഞാനൊരു കാര്യം പറട്ടെ, ഈഗോ മൈൻഡുള്ള ഭർത്താക്കന്മാരെ ഒരുപാട് നമുക്കറിയാം. ഇതുപോലെ സാറിനെ പോലെ അത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ കേട്ടോ സാർ, നമ്മുടെ ഭാര്യമാരും നമുക്കൊപ്പമാണെന്നും അപ്പൊ അവരുടെക്കും കുറെ കഴിവുകളുണ്ട്. ആ കഴിവ് പുറം ലോകം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താക്കന്മാർ വളരെ കുറവാണ്. പക്ഷെ ആ ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. എന്റെ ഭർത്താവ് അങ്ങനെയാണ്. കാരണം എന്റെ ഭർത്താവ് നിനക്ക് ന്യായമായ രീതിയിൽ, അദ്ദേഹം എപ്പോഴും പറയും, നല്ല രീതിയിൽ എന്റെ തല കുനിക്കാതെ, എന്ന് വെച്ചാൽ എന്റെ ഭർത്താവിന്റെ തല കുനിക്കാതെ നിനക്ക് ഏതൊക്കെ രീതിയിൽ നിനക്ക് മുന്നോട്ട് പോകാമോ ആ രീതിയിൽ മൊത്തം പോകാൻ ഫുൾ സപ്പോർട്ട് ഉണ്ട് എന്റെ ഭർത്താവിന്. അങ്ങനെ അത് നോക്കുമ്പോ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെറിയ ഒരു മൈനർ നെഗറ്റീവ് ഇല്ലാത്ത ആളില്ലാവില്ല. എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോലും ഞാൻ അത് കാര്യമാക്കാത്തെന്നുണ്ടറിയോ, അദ്ദേഹത്തിനുള്ള ഒരു നെഗറ്റീവ് അത് മാത്രമാണ്. പക്ഷെ ഇത്രയും ആൾക്കാരെ അവരുടെ സിസ്റ്റേഴ്സും പറയും. ആ സിസ്റ്റേഴ്സിനെയും വളരെയധികം അവരൊക്കെ എഴുത്തു വഴികളുള്ളവരാണ്. ഒരു പക്ഷെ എന്തെങ്കിലും ഒരിക്കലും എനിക്ക് ഇവിടെ ഇന്റർവ്യൂ ചെയ്യാൻ സാധിക്കട്ടെ. അവരെയൊക്കെ ചേച്ചിമാരാണ് എല്ലാവരും എന്നെക്കാളും മൂത്ത ചേച്ചിമാരാണ്. ഞാൻ എന്നും അവരെ അമ്മയുടെ സ്ഥാനം കൊണ്ട് ബഹുമാനിക്കുന്നവർ എന്റെ നാത്തൂന്മാരെന്ന് പറയുന്നത് 3 പേരുണ്ട്. അപ്പോ ഇങ്ങനെ അമ്മയും പറയും, സ്ത്രീകളെ ഇത്രയും അധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളെ തന്നെയാണ് എന്റെ ഭർത്താവായി കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം സാറിനെ ഞാൻ ഇവിടെ ഏറ്റവും അധികം ബഹുമാനിക്കുന്നത് അതുകൊണ്ടാണെന്നറിയോ, സാറിന്റെ വൈഫിന് വായിക്കാൻ ശീലമുണ്ട്, വായനാ കഴിവുണ്ട്, അത് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ അത് ജനങ്ങൾ അറിയണമെന്നും പുറം ലോകം അറിയണമെന്നും സാർ തീരുമാനിച്ചു വയ്ക്കുക. സാറിന്റെ മനസ്സിന്റെ വലിപ്പമാണ്. ചിലർ ചെയ്യാറില്ല. ഞാൻ എഴുതുന്നുണ്ടല്ലോ, എന്നെക്കാൾ മേളിലൊക്കെ എന്റെ ഭാര്യ വരണ്ട ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് സന്തോഷമാണ്. അങ്ങനെ ആയിരിക്കണം എല്ലാവരും. തിരിച്ചു തരാറുണ്ട് പല കാര്യങ്ങളിലും. ജഗൻപതിന്റെ ക്ലൈമാക്സ് ഒക്കെ അങ്ങനെ ഉഴവുകാളെന്നൊരു കഥ എഴുതി. അപ്പൊ അതിന്റെ അവസാനം ഒരു ട്രാജഡിയാണ്. അപ്പൊ അവള് പറഞ്ഞു, ചേട്ടാ എന്തിനിങ്ങനെ എല്ലാവരെയും മുക്കിക്കൊല്ലണം എന്ന് പറഞ്ഞാൽ കാളകളെ കൊണ്ടുപോകുമ്പോ കുളത്തിൽ മുങ്ങിത്താഴുന്ന ചില രംഗങ്ങളാണ്. അത് പിന്നെ അവള് സമ്മതിച്ചില്ല. അവള് പറഞ്ഞു അത് മോശമാണ് ചേട്ടാ, ഇതുപോലെ 2-3 2 ദ്രോഹം 3 ദ്രോഹം അടുത്തടുത്ത് ചെയ്തത്, അതുകൊണ്ട് ഇതിനെ മുക്കിക്കൊല്ലണം. അത് ഞാൻ എന്റെ അനുഭവങ്ങളിൽ ഞാനത് എഴുതിയിട്ടുണ്ട്. എന്റെ ഭാര്യയാണ് എന്റെ ക്ലൈമാക്സ് മാറ്റി മറിച്ചു, ഉഴുതു മാറ്റി, ഉഴവുകാളുകളുടെ ക്ലൈമാക്സ് ഉഴുതു മാറ്റിയോ എന്നും പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ ശരിയാ സാർ, മിക്കവാറും ഞാനും കഥകൾ എഴുതി വരുമ്പോ എനിക്കും എവിടെയെങ്കിലും ഒക്കെ മരണം വരും. അപ്പൊ തന്നെ ഞാൻ ഉടനെ നിർത്തുവത്. എന്നറിയോ, ആ മരണം എന്നുള്ളത് വേണ്ടാന്ന്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു സ്വഭാവമാവാം അവർക്കും ഉള്ളത്. ആരും മരിക്കുന്നതും വിഷമിക്കുന്നതും ഇഷ്ടമല്ലാത്ത ഒരാളാണ്. ശരി സാർ, അപ്പൊ എന്തായാലും മക്കളുടെ കാര്യം എന്ന് പറയുമ്പം എനിക്ക് 3 പെമ്പിളരാണ്. ഇതില് ആദ്യത്തെ മോള് പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് ഇരട്ടകളാണ്. ഭാഗ്യവാനായിട്ട് എന്തുകൊണ്ട് 3 പെൺമക്കളെ കിട്ടിയില്ല. ഈ ആൺമക്കളുടെ പുറകെ നടന്ന് ടെൻഷൻ അടിക്കണ്ടല്ലോ. 16 വയസ്സായും 18 വയസ്സായും ആൺമക്കളുടെ അമ്മയാണ് ഞാൻ അടിക്കുന്ന ടെൻഷൻ എനിക്ക് തന്നെ അറിയില്ല. മൂത്ത മകൾ ലാവണ്യ
മരുമകൻ സുധി കെ നായർ. അവള് മൂത്താള് സെക്രട്ടേറിയറ്റിൽ ലാ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് ലാ ഓഫീസറാണ്. ഭർത്താവ് പിന്നെ വില്ലേജ് ഓഫീസർ. 2 പിള്ളേരുണ്ട്. അഭിനന്ദും അഭിദേവും 9ലും 2ാം ക്ലാസ്സിലും പഠിക്കും. അത് കഴിഞ്ഞ് ഇരട്ടകളാണെങ്കിൽ 2 പേരും അക്കൗണ്ട്സ് വിഭാഗത്തിൽ പിന്നെ ഓരോ കമ്പനികളിൽ ജോലി ചെയ്യുന്നു. ഭർത്താക്കന്മാരെല്ലാം IT ഫീൽഡ്. ഒരാൾ മധുര ഇൻഫോ പാർക്കിലും ഒരാൾ ഇവിടെ ടെക്നോ പാർക്കിലും. രതീഷും രമേശും. ആ ഇരട്ട പിള്ളേരുടെ എൻ്റെ മക്കളുടെ പേര് ശരണ്യ, ആരണ്യ. ഇരട്ടകൾ തന്നെയാണ് കല്യാണം കഴിച്ചത്. ഞാൻ സാറിനോട് പറഞ്ഞു 3 പെൺമക്കളെ കിട്ടിയത് മഹാഭാഗ്യമാണ്. മറ്റൊന്നും കൊണ്ട് പറഞ്ഞില്ല കേട്ടോ. എന്നാ അറിയോ, എനിക്ക് 2 ആൺമക്കളുണ്ട്. എന്നെ മൂത്ത മകനെ കൊണ്ട് എനിക്ക് ഒരു ശല്യമില്ല. നല്ല കുട്ടിയാ അവൻ. എന്റെ അതേ രീതി അനുസരിച്ച് പോകുന്നവനാ. പക്ഷെ രണ്ടാമതൊരു മകനെ കൊണ്ട് എനിക്ക് 16 വയസ്സായിട്ടുള്ളൂ. വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അവൻ +2 സമയമല്ലേ. അപ്പൊ അത് ഉദ്ദേശം ഞാൻ പറഞ്ഞു. സാർ വേറെ വിചാരിക്കണ്ട. ശരി ശരി. അപ്പൊ സാറ് കല്യാണം കഴിച്ചത് ഇരട്ടകൾ തന്നെയാണ്. അവര് ഒരാള് ഇരട്ടകൾ 2 പെൺകുട്ടികളും അക്കൗണ്ട്സ് വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത് കമ്പനികളിൽ. ഭർത്താക്കന്മാരെല്ലാം IT ഫീൽഡാണ്. ഒരാൾ ടെക്നോ പാർക്ക്, ഒരാൾ മധുരയിൽ ഇൻഫോ പാർക്കിലാണ്. അവർക്ക് ഓരോ കുട്ടികളാണ്. അത് ഒരാളിന് ഉള്ള കുട്ടിയുടെ പേര് പിന്നെ ദർശൻ എന്നാണ്. അത് 1ാം ക്ലാസ് പഠിക്കുന്നു. പിന്നെ ഒരു കുട്ടിയുടെ പേര് പെൺകുട്ടി, ഒന്നേ ഉള്ളൂ പെൺകുട്ടി, കൊച്ചു മോളായിട്ട് ഒരാളെ ഉള്ളൂ. അത് കൃതികയാണ്. അത് പിന്നെ പ്ലേ സ്കൂളിലായി. ഇത്രയാണ് എന്റെ വിശേഷം. എന്തായാലും സാറ് ഭാഗ്യവാനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്, ഒരു ഭർത്താവാണ്, ഒരു അപ്പൂപ്പനാണ്, ഒരു ഏറ്റവും അധികം ഭഗവാന്റെ കടാക്ഷമുള്ള ഗുരു, അല്ലെ, ഗുരുവിന്റെ അനുഗ്രഹമുള്ള ഗുരു എന്ന് വെച്ചാൽ അല്ലെ. നോക്കൂ, സാറിനെ തന്നെയല്ലേ ആദ്യം ഗുരു അല്ലേ സാറിനെ കൊണ്ട് അത് എഴുതിച്ചത്. അതുപോലെ തന്നെയാണ് സാറിന്റെ പോകുന്ന വഴികളിലും ഒക്കെ നമ്മൾ മണികണ്ഠ സാറിനെ പറഞ്ഞു, രമാകാന്ത സാറിനെ പറഞ്ഞു, ഒക്കെ ഗുരുവിന്റെ അപ്പൊ ഒരു ഗുരുഭക്തിയുള്ള ഒരു ശിഷ്യനായും അല്ലെ, ഗുരുവിന്റെ അനുഗ്രഹമുള്ള ശിഷ്യനായും ഒക്കെ തന്നെയാണ് സാറിൽ നിന്നും. അതുകൊണ്ടാകാം ഇത്രയും അധികം പ്രശസ്തനായിട്ടുള്ളൊരു സാഹിത്യകാരനായി സാറിന് തിളങ്ങാൻ സാധിച്ചത്. എന്തായാലും ഇത്രയും സമയം പൊളിറ്റിക്സ് കേരളയ്ക്കൊപ്പം സാർ പങ്കെടുത്തതിന് വളരെയധികം നന്ദിയുണ്ട്. ഇനിയൊരു അവസരത്തിൽ നമുക്ക് ഇനിയും സാറിന്റെ മറ്റു വിശേഷങ്ങൾ പറയാൻ ശ്രമിക്കാം. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ പൊളിറ്റിക്സ് കേരളയോടും ജയാറാണി മാഡത്തോടും എന്റെ നന്ദി അറിയിക്കുന്നു.